ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ മന്ത് എൻഡില് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ എൻട്രീസ് എല്ലാതും പാസ് ചെയ്യുക, അതേപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോ UAE വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അപ്പോ ഗൾഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോ എന്റെ ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട്, അവിടെ വീഡിയോ കാണുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് എനിക്ക് കമന്റിലൂടെയും ഒക്കെ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യോ എന്നുള്ളത്. അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ട് ഫൈനലൈസേഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2-3 വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ GST അഡ്ജസ്റ്റ്മെന്റ്സ് ഇയർ എൻഡിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോ നമുക്ക് ഒരു മന്ത് എൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലോസിംഗ് എൻട്രീസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം അതെന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡേ ടു ഡേ പ്രോപ്പർ അക്കൗണ്ടിങ്, അതായത് നമ്മളുടെ ഫോഴ്സ് ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണോ ടാലിയിൽ എൻട്രി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കുമല്ലോ, പർച്ചേസിന്റെ ബില്ല്, സെയിൽസിന്റെ ബില്ല്, പേയ്മെന്റിന്റെ, റെസിപ്റ്റിന്റെ, അതേപോലെ തന്നെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന്റെ സ്ലിപ്പ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു മന്ത് അവസാനിക്കുമ്പോൾ ഇതെല്ലാം നമ്മളുടെ ബുക്കിൽ പ്രോപ്പറായി വന്നിട്ടില്ലേ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി നമ്മൾ റീചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഡേ ബുക്ക് എടുത്തിട്ട് നമ്മളിപ്പോ സോഫ്റ്റ്വെയറിലാണല്ലോ എൻട്രി ചെയ്യുക. ഇനിയിപ്പോ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മാനുവലിൽ എഴുതിയിട്ടുള്ള ബുക്ക് എടുത്തിട്ട് നമ്മൾ ഓരോന്നും നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ടാലിയിലാണെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടാലിയിലാണെങ്കിൽ നമുക്ക് ഡേ ബുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വോച്ചറിന്റെ അടിയിൽ തന്നെ നമുക്ക് ഡേ ബുക്ക് ഉണ്ട്. ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡേ ബുക്കിലെ കുറച്ച് എൻട്രീസ് മാത്രമേ ഉള്ളൂ. ഡേ ബുക്ക് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടണം വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് F2 അടിച്ചു, എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് ഡേ ബുക്കിൽ നമുക്ക് കംപ്ലീറ്റ് എൻട്രീസും വരും. ഇനിയിപ്പോ നമുക്ക് ഡേ ബുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വിചാരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ സിംഗിൾ എൻട്രി മോഡിലല്ലേ കിടക്കുന്നത്, ഒരു ആസ്പെക്ട് ഇവിടെ കാണുന്നുള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബിൾ എൻട്രി മോഡിലാണ്. അപ്പൊ നമുക്ക് 2 ആസ്പെക്റ്റോട് കൂടി തന്നെ നമ്മുടെ ഡേ ബുക്ക് കിട്ടണം വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് Alt F1 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം 2 ആസ്പെക്റ്റ് ആയിട്ട് കാണും. ക്യാഷ്, സെയിൽസ്, വീണ, പർച്ചേസ്, ഇങ്ങനെയുള്ള എല്ലാം 2 ആസ്പെക്റ്റ് ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റിന്റെ ഫയൽ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഡേ ബുക്കിൽ നമ്മുടെ എല്ലാ എൻട്രീസും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലിയേഷൻ ആണ്. അതായത് നമ്മളുടെ ബിസിനസിന്റെ ബാങ്കിന്റെ ലെഡ്ജറും അതേപോലെ തന്നെ പാസ്ബുക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ എന്താണ് റീകൺസിൽ ചെയ്യാൻ എന്ത് പറഞ്ഞാൽ എന്താണ് ഒത്തുനോക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ് മാച്ച് ചെയ്ത് പോകണം. അതായത് ഇത് മാച്ച് ചെയ്യാതിരിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ ഞാൻ ബാങ്ക് റീകൺസിലിയേഷൻ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് ചെക്ക് കൊടുത്ത ഉടനെ നമ്മുടെ ബുക്കിൽ നമ്മുടെ എൻട്രി കഴിഞ്ഞു. പക്ഷെ അത് ബാങ്കിന്റെ പാസ്ബുക്കിൽ വരിക എന്നാണോ ആ ചെക്കിലെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ ഡേറ്റിലായിരിക്കും. അപ്പൊ അതുവരെ നമ്മൾ ഒത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് രണ്ടിനും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ നമ്മൾ ചെയ്തിരിക്കണം. അടുത്തത് വേണമെങ്കിൽ എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് പേയബിൾ. അപ്പൊ ഈ ബാങ്കിനെ മാത്രമല്ല നമ്മൾ റീകൺസിൽ ചെയ്യേണ്ടത്, നമ്മൾ എന്തുകൂടി റീകൺസിൽ ചെയ്യണം. റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം ബാങ്ക് റീകൺസിലിയേഷൻ മാത്രമാണ്. അങ്ങനെയല്ല, റീകൺസിൽ പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ഒത്തുനോക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് പേയബിൾസ്, അതായത് ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും, അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോ ഈ ഇങ്ങോട്ട് കൊടുക്കാനുള്ള
അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ദാസ് പറഞ്ഞൊരു പാർട്ടിയുടെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാസ് നമ്മളെ സംബന്ധിച്ച് ആരാണ്? ക്രെഡിറ്റർ ആണ്. പക്ഷെ ഈ ദാസിനെ സംബന്ധിച്ച് നമ്മൾ ആരാണ്? ഡെറ്റർ ആണ്. കാരണം അവര് നമുക്ക് സെയിൽ ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ നമ്മളുടെ ബുക്കില് ദാസിന്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടാണോ അതേ കാര്യങ്ങൾ തന്നെയാണോ ദാസിന്റെ ബുക്കില് നമ്മളെ കുറിച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ? അപ്പൊ നമ്മൾ എന്താണ് അവരടുത്തുനിന്ന് ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ റീകൺസിഡർ ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. കാരണം ഓഡിറ്റർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് റിസീവബിളും പേയബിളും എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ മുകളില് ഗോ ടൂലേക്ക് പോവാം. ഗോ ടൂയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിൽ റിസീവബിളും പേയബിളും കാണിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ബിൽ റിസീവബിൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഡേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സെയിൽസ് തന്നിട്ടുണ്ട്, ഇവിടെ പാർട്ടിയുടെ പേര്, ഇവിടെ എമൗണ്ട്, പെൻഡിങ് എമൗണ്ട്, ഡ്യൂ എന്നാണ് തരേണ്ട ഡേറ്റ്, ഓവർ ഡ്യൂ ഡേയ്സ്, ഇനി തരേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും എന്താണ് ഇനി അവരുടെ അടുത്ത് എന്താണ് കൺഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഒത്തു നോക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് പേയബിൾ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്തു, ഇവിടെ നമുക്ക് പേയബിൾ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബില്ല് സെറ്റ് ചെയ്യുക, നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരുടെ നമ്മൾ ഏത് റെഫറൻസ് ആണ് വെക്കേണ്ടത്, എങ്ങനെയാണ് ആ ബില്ലിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ബിൽ വൈസ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയില്ല എന്നുള്ളതുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാസ് എൻട്രി എഗെയിൻസ്റ്റ് GST പേയ്മെന്റ്സ്. അതായത് നമ്മുടെ ഒരു മന്ത് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് GST നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അതായത് നമ്മുടെ GST ഇപ്പൊ കൊടുക്കാനുള്ള എൻട്രി ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ പേയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേയബിളിന്റെ എൻട്രിയാണ് നമ്മൾ ചെയ്യേണ്ടത്. റിസീവബിൾ ആണെങ്കിൽ നമുക്ക് എന്താണ് റിസീവബിളിന്റെ എൻട്രി ചെയ്യണം. അപ്പൊ റിസീവബിൾ ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് അടുത്ത് ഇങ്ങോട്ട് കിട്ടില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പേയ്മെന്റ് ആണ് നമ്മൾ കാണിക്കുക. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ ജേണലാണ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി അഡ്ജസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെയും കുറിച്ചിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇൻവെന്ററി. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ കറക്റ്റ് ആക്കണം. അതായത് നമ്മൾ ഇൻവെന്ററി മാനേജ് ചെയ്യുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ സ്റ്റോക്കും കൂടി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പൊ നമ്മളുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും ആക്ച്വലി ഫിസിക്കൽ സ്റ്റോക്കും ഒന്ന് തന്നെയാണോ, എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ടാലിയിൽ നമുക്ക് സ്റ്റോക്കിന്റെ റിപ്പോർട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ടാലി സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലെ സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇത് നമ്മളുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കാണ്, ഫിസിക്കലി ഉള്ള സ്റ്റോക്കും ഒന്ന് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അതായത് ഒരു മന്തിൽ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പല എക്സ്പെൻസുകളും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി. ഇപ്പോ ഏപ്രിലെ സാലറി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മെയ്യിലാണ് കൊടുക്കുള്ളൂ. അപ്പോൾ ഏപ്രിൽ മന്തിൽ നമുക്ക് എന്താണ് സാലറി എന്നുള്ളൊരു എക്സ്പെൻസ് നമ്മൾക്ക് വരണം. പക്ഷെ അതിന്റെ പേയ്മെന്റ് കൊടുക്കുക നമ്മൾ എപ്പോഴാണ് മെയ്യിലാണ് കൊടുക്കുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, അതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറയുക. അപ്പൊ അതിന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ പാസ് ചെയ്യണം. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ടാലി സെലക്ട് ചെയ്തിട്ട് എടുത്തു, വൗച്ചർ എടുത്തു. നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയും ജേണലാണ് ചെയ്യുക. അപ്പൊ ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് സാലറി, കാരണം ആ മന്തിലെ സാലറി എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കണം. ഇവിടെ നമ്മുടെ സാലറി കാണിച്ചു. ഇപ്പൊ ഒരു സാലറി ആണെങ്കിൽ ഒരു 20,000 കാണിച്ചു. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് എന്നുള്ളവർക്ക് നമ്മൾ എന്താണ് കാണിക്കുന്നത്, സാലറി പേയബിൾ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഈ സാലറി പേയബിളിന്റെ അണ്ടർ എന്താണെന്ന് നോക്കാം. അത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. ഇതിന്റെ അണ്ടർ എന്താണ്, കറന്റ് ലയബിലിറ്റി, കൊടുക്കാനുള്ള ബാധ്യതയാണ്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി ആണ് നമ്മൾ മന്ത് എൻഡിന് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു എൻട്രി പറയുന്നത് നമ്മളിപ്പോൾ 31/5 വിചാരിക്കുക. നമുക്ക് ഇവിടെ 31/5 നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു എൻട്രി നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തു.
എൻട്രി സേവ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഇപ്പൊ മെയ്യിലെ സാലറിയാണ് നമ്മൾ കാണിച്ചത്. ഇനി ഇതിന്റെ പേയ്മെന്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? ജൂണിലാണ് നമ്മൾ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ ജൂൺ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ 2/6 എടുത്തു. അപ്പൊ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ഇനി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ പേയ്മെന്റ് സെലക്ട് ചെയ്തെടുത്തു. ഇനി എന്തിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? സാലറി പേയബിളിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. സാലറി കഴിഞ്ഞ മാസം ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് കറന്റ് ലയബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സാലറി പേയബിൾ നമുക്കിവിടെ എമൗണ്ട് കാണും. അപ്പോൾ അടുത്ത മാസം നമ്മൾ എന്താണ് സാലറി പേയബിളിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അതേപോലെ ക്യാഷോ ബാങ്കിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള റെന്റ് നമ്മൾ ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ 12 മാസത്തേക്കുള്ള റെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താണ് ഓരോ മാസവും പിന്നെ റെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ റെന്റ് നമ്മൾ എന്താണ് പ്രീപെയ്ഡ് ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഫസ്റ്റിൽ നമ്മളിവിടെ എന്താണ് കാണിക്കേണ്ടത്? പ്രീപെയ്ഡ് റെന്റ് കൊണ്ടാണ് കാണിക്കേണ്ടത്. ഈ പ്രീപെയ്ഡ് റെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക? അണ്ടർ നോർത്ത് എന്താണ് കറന്റ് അസറ്റ് ആണ്, കാരണം ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പൊ ഒരു മാസം റെന്റ് 10,000 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോൾ 10,000 ആണെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള റെന്റ് പറയുന്നത് 1,20,000 രൂപയാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴാണ് കാണിക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ ഏപ്രിലാണ് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് 1/4 കൊടുത്തു. ഏപ്രിൽ മുകളിലുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. 1,20,000 രൂപ കൊടുത്തു. നമ്മളിവിടെ ബാങ്ക് ആയിട്ട് നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൻട്രി തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തു. ആ മാസം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു റെന്റിനെ നമുക്ക് എന്താണ് കാണിക്കണം? എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കണം. ഇപ്പൊ നമ്മൾ പ്രീപെയ്ഡ് റെന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ആ മാസത്തേക്കുള്ള റെന്റിനെ നമുക്ക് വരുത്തണം അവിടെ. അപ്പൊ നമ്മൾ ആ എൻട്രി എന്തിനാണ് ചെയ്യേണ്ടത്? ജേണലാണ് ചെയ്യേണ്ടത്. നമ്മുടെ മന്ത് എൻഡിലാണ് ആ എൻട്രി ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? റെന്റ് കൊണ്ട് കാണിക്കണം. റെന്റിൽ എത്രയാണ്? 10,000 രൂപ കാണിച്ചു. നമ്മൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? പ്രീപെയ്ഡ് റെന്റ് ആണ് കാണിക്കേണ്ടത്. ഇവിടെ നമ്മുടെ പ്രീപെയ്ഡ് റെന്റ് നമ്മളിവിടെ 10,000 രൂപ കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 1,10,000 ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ 10,000 നമ്മൾ ആ മാസത്തെ റെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബാലൻസ് റെന്റ് 1,10,000 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ പാസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണെന്നെങ്കിൽ അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ എല്ലാ എക്സ്പെൻസുകളും എല്ലാ ഇൻകം എന്താണ് ആ പ്രോപ്പർ മന്തിൽ കാണിച്ചിരിക്കണം. ഇപ്പൊ കമ്മീഷൻ നമുക്ക് ഈ മാസം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ കിട്ടിയിട്ടില്ല. കിട്ടാത്തത് കൊണ്ട് അതൊരു ഇൻകം അല്ലാതെ ആകുന്നില്ല. അപ്പൊ നമ്മളത് എന്താണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് എൻട്രി ചെയ്യുക? ഇതേപോലെ തന്നെ ജേണൽ എടുത്തിട്ട് നമ്മൾ എന്ത് കാണിക്കണം? ബൈക്ക്. അപ്പൊ കമ്മീഷൻ ആണെന്ന് വിചാരിക്കുക. അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്. അക്രൂഡ് കമ്മീഷൻ എന്താണ്? നമ്മൾ കറന്റ് അസറ്റിലാണ് കാണിക്കേണ്ടത്. കാരണം നമുക്ക് കിട്ടാനുള്ളതൊക്കെ എന്താണ്? നമ്മൾ കറന്റ് അസറ്റിലാണ് കാണിക്കുക. അപ്പൊ അതിന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ പാസ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അരിത്മെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം ഒരു ഡെബിറ്റിനെ കറസ്പോണ്ടിങ് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ടും ഈക്വൽ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ടാലിയിലൊക്കെ ആണെങ്കിൽ ട്രയൽ ബാലൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. പക്ഷെ അപ്പൊ നമുക്ക് എന്നാലും നമ്മൾ എന്താണ് ചെക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോ ഡെബിറ്റിൽ നമ്മൾ 1,000 രൂപ അടിച്ചു കഴിഞ്ഞാൽ അതന്നെയാണ് ക്രെഡിറ്റിൽ വരിക. പക്ഷെ നമ്മുടെ ഫോഴ്സ് ഡോക്യുമെന്റിൽ ചിലപ്പോൾ അത് 10,000 ആയിരിക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ട്രയൽ ബാലൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ട് എടുത്തു. ടാലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ ട്രയൽ ബാലൻസ് എടുത്തു, അത് ഡീറ്റെയിൽഡ് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ട്രയൽ ബാലൻസ് കിട്ടും. അപ്പൊ ഇത് നമ്മൾ എന്താണ് ക്രോസ് വെരിഫൈ ചെയ്ത് നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം.
നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ തയ്യാറാക്കണം. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മളുടെ എക്സ്പെൻസുകളും ഇൻകം എല്ലാം കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മാസവും എന്താണ് അതിലുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും. അപ്പൊ നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇടതുഭാഗത്തെ എക്സ്പെൻസും വലതുഭാഗത്തെ ഇൻകം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാതും നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് ഇതാക്കണം. അതേപോലെ തന്നെ എന്താണ്, ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ എന്താണ്, ആസ്തികളുടെയും ബാധ്യതകളുടെയും കാര്യങ്ങൾ കാണാനാണ് ബാലൻസ് ഷീറ്റ് എടുക്കുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എല്ലാം കറക്റ്റ് അല്ലേ, അതായത് അസറ്റ് ലയബിലിറ്റി എല്ലാം പ്രോപ്പർ അല്ലേ വന്നിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. അടുത്തത് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ എന്താണ്, നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ക്യാഷ് ഫ്ലോ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയുടെ ക്യാഷിന്റെ മൂവ്മെന്റ് അനാലിസിസ് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മളൊരു മന്ത് എൻഡിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.